ആൾക്കാർക്ക് വിക്കിപീഡിയ ആർട്ടിക്കിൾസ് SMS സെർച്ച് ചെയ്യാൻ പറ്റും. Okay. അങ്ങനെയാണ് തുടങ്ങിയത്. അപ്പോൾ ബേസിക്കലി ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഓഫ്ലൈൻ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ആയിരുന്നു. 10 million users. 10 million users ഓവറോൾ. അപ്പോൾ അതൊരു സ്ഥാപനമായിട്ട് തുടങ്ങിയോ അത്? 23 വയസ്സിൽ സ്റ്റാർട്ടപ്പിൽ തന്നെ 60 പേര്, അത് നന്നായി പോയി. അത് 1000+ ആൾക്കാരുണ്ട്. എക്സലന്റ്. എൻട്രി 1000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായി വളർന്നു അല്ലേ? എത്ര യൂസേഴ്സ് ഉണ്ടാവും നമുക്ക്? 1.5 crore users across these 4 languages. Wow. 8 lakh+ paid users ആണ്. So what's your ഇത് സക്സസ്ഫുൾ ആയി എന്ന് പറയുമ്പോൾ തന്നെ 800 കോടി വാല്യുവേഷൻ വന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയും യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ സീക്രട്ട് എന്താണ്? നിസാം, ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? My role as a CEO and founder at Entri, my primary role, right, is to make sure that there is money in the bank. അതെ, അതാണ് പ്രൈമറി റോൾ. നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് അറൌണ്ട് 4.5 years 32x ആണ് അവർക്ക് റിട്ടേൺ കിട്ടിയത്. Wow. Right. 32 തവണ. They will be better prepared and will take better decisions when they actually start a company, right? So ആ ഒരു ഫാക്ട് മനസ്സിലാക്കണം, right? It will be the failures ഉണ്ടാവും. Failures എന്തായാലും ഉണ്ടാവും, right? So don't go behind that to prove that I'm successful. Yeah. Be really successful. Exactly. ഒരു സംരംഭം തുടങ്ങി അത് സ്കെയിലപ്പ് ചെയ്ത് വലിയൊരു ബ്രാൻഡാക്കുക, കോടികളുടെ വാല്യുവേഷൻ ഉണ്ടാക്കുക, നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കുക, ഇതൊക്കെ ചിലരുടെയെങ്കിലും സ്വപ്നമാണ്. ആ സ്വപ്നം സാക്ഷീകരിച്ച ഒരു യുവ സംരംഭകനാണ് സ്പാർക്കുള്ള കഥയുമായി എന്നോടൊപ്പം ഇന്ന് ഈ ഹോട്ട് സീറ്റിലിരിക്കുന്നത്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. കേരളത്തിൽ മലയാളികളോട് എൻട്രി എന്ന ആ ബ്രാൻഡിനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ഒരു വലിയ ബ്രാൻഡായി എൻട്രി ആപ്പ് വളർന്നു കഴിഞ്ഞു. അതിൻ്റെ പിന്നിൽ ആരാണെന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ വ്യക്തിയാണ് ഞാൻ ഇന്ന് ഹോട്ട് സീറ്റിൽ പിടിച്ചുകൊണ്ട് നിർത്തിയിരിക്കുന്നത്, ഹിസാം. സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു. താങ്കളുടെ സ്ഥാപനത്തിലെ നിരവധി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ പാഷനേറ്റ് ആയിട്ടുള്ളൊരു കമ്പനിയാണ് എൻട്രി എന്ന് പറയുന്നത്. പക്ഷേ താങ്കളുടെ ഫേസ് എല്ലാവർക്കും അറിയണം എന്നില്ല. അതുകൊണ്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് താങ്കളുടെ നാട് എവിടെയാണ്? എൻ്റെ വീട് കാസർഗോഡാണ്. കാസർഗോഡ് മൊഗ്രാൽ പുത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പഠിച്ചതൊക്കെ കാസർഗോഡ് തന്നെയാണ്. എന്തായിരുന്നു പഠനം? സ്കൂളിംഗ് MES കുനിൽ സ്കൂൾ എന്ന് പറഞ്ഞൊരു സ്കൂളായിരുന്നു. പിന്നെ എഞ്ചിനീയറിംഗ് കാസർഗോഡായിരുന്നു. LBS കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കാസർഗോഡിലായിരുന്നു പഠിത്തം. ഫാദർ എന്തെങ്കിലും ബിസിനസ്സിലെന്തെങ്കിലും? ഫാദർ ടിമ്പർ ബിസിനസ് ആയിരുന്നു, ഇപ്പോൾ റിട്ടയർഡ് ആണ്. പഠനം കഴിഞ്ഞ് എവിടെയെങ്കിലും ജോലി എന്തെങ്കിലും? ഇല്ല, ആദ്യം മുതലേ കോളേജിൽ പഠിക്കുമ്പോൾ തന്നെ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് തുടങ്ങി. എന്നിട്ട് റൈറ്റ് ഫ്രം ദി ബിഗിനിങ് എന്റർപ്രണർഷിപ്പ് ആയിരുന്നു. അത് തലക്കി പിടിച്ചു ആദ്യം തന്നെ. അതെ. സ്റ്റാർട്ടപ്പ് എന്ന് പറയുന്നത് എന്തായിരുന്നു? വല്ല പ്രോജക്റ്റ് ആയിരുന്നോ? അപ്പോൾ ആ സമയത്ത് നമ്മൾ ദിസ് വാസ് 2010s 8-10 ആ സമയമായിരുന്നു. ഗൂഗിളൊക്കെ കണ്ടിട്ടാണ് നമ്മൾ ഇൻസ്പയർ ആയത്. ഗൂഗിളും ഫേസ്ബുക്കൊക്കെ ഇപ്പോഴും കത്തി നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷേ വി വർ ഇൻസ്പയർഡ് ഫ്രം ഗൂഗിൾ, റൈറ്റ്? അപ്പോൾ അതുപോലത്തെ എന്തെങ്കിലും ചെയ്യണോ എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ഫൈനൽ ഇയർ കോളേജ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഒരു വിക്കിപീഡിയ ത്രൂ SMS ആയിരുന്നു, റൈറ്റ്? ആൾക്കാർക്ക് വിക്കിപീഡിയ ആർട്ടിക്കിൾസ് SMS സെർച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് തുടങ്ങിയത്. ആൻഡ് ദാറ്റ് ഗോട്ട്, ഞാനും എൻ്റെ 3 ഫ്രണ്ട്സും കോളേജിലുള്ള ഫ്രണ്ട്സും തുടങ്ങിയാണ്. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഗോട്ട് അതൊരു ബിസിനസ് മോഡൽ. അത് ക്യാമ്പസിൻ്റെ അകത്ത് ആദ്യം നല്ല ട്രാക്ഷൻ വന്നു. പിന്നെ പുറത്ത് ആൾക്കാർ യൂസ് ചെയ്യാൻ തുടങ്ങി. ആദ്യം വിക്കിപീഡിയ മാത്രമായിരുന്നു, പിന്നെ വേറെ കുറെ കാര്യങ്ങൾ ആഡ് ചെയ്തു. ആൻഡ്രോയിഡ് ഒന്നുമില്ല, നമ്മൾ മറ്റേ നോക്കിയ ഫോൺസ് സമയത്ത് എല്ലാവർക്കും ഇന്റർനെറ്റ് ഇല്ലല്ലോ. അപ്പോൾ ബേസിക്കലി ഓവറോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഓഫ്ലൈൻ സെർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ആയിരുന്നു. ആൻഡ് അത് അത്യാവശ്യം ഹിറ്റ് ആയിരുന്നു. ഇവൻച്വലി വി ഹാഡ് ക്ലോസ് ടു 10 million users. 10 million users. 10 million users ഓവറോൾ. ഒരു സ്ഥാപനമായിട്ട് തുടങ്ങിയോ അത്? 2010 മുതൽ 13 ഒരു സ്ഥാപനം. എന്ത് പ്രായമുണ്ട് അപ്പോൾ? ഒരു 23-24 years. പഠനം കഴിഞ്ഞിട്ട് ഇറങ്ങിയുള്ളൂ ആ സമയത്ത്. എവിടെയൊക്കെ ഓഫീസ് ഉണ്ടായിരുന്നു? ഓഫീസ് ബാംഗ്ലൂർ, ട്രിവാൻഡ്രം ഉണ്ടായിരുന്നു. വെരി ഗുഡ്. എത്ര എംപ്ലോയീസ്? ഒരു 55-60 എംപ്ലോയീസ് വരെ ഉണ്ടായിരുന്നു. 23 വയസ്സിൽ സ്റ്റാർട്ടപ്പിൽ തന്നെ 60 പേര്, അത് നന്നായി പോയി. വി ഗോട്ട് ലക്കി, റൈറ്റ്? അപ്പം എനിക്ക് പറയാനുള്ളത്, അത് കോളേജിൻ്റെ അകത്ത് നിന്ന് തുടങ്ങിയുണ്ട്. പേരൻസിന്
ജോലിക്ക് പോകണമെന്ന് പറയാൻ പറ്റില്ല, കാരണം ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, റൈറ്റ്. അപ്പോൾ എനിക്ക് അഗൈൻ ദാറ്റ് ഈസ് വൺ അഡ്വൈസ് ദാറ്റ് ഐ കീപ് ഗിവിങ്. ഏറ്റവും ബെസ്റ്റ് ടൈം തുടങ്ങാൻ കോളേജ് പഠിക്കുമ്പോഴാണ്, കാരണം പേരൻസിന് പറയാൻ പറ്റില്ല, കമ്മ്യൂണിറ്റി പ്രഷർ ഇല്ല ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പം തുടങ്ങിയിട്ട് റിസ്ക് വളരെ കുറവാണ്, എക്സ്പെരിമെൻറ്റ് ചെയ്യുക, ഇഫ് ഇറ്റ് വർക്ക്സ് റൈറ്റ്. പുറത്തോട്ട് ഇറങ്ങി അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുക, ആർക്കൊന്നും പറയാൻ പറ്റില്ല. അതെ. അപ്പോൾ അഗൈൻ ലക്കിലി ഫോർ അസ് അത് കുറച്ച് ഹിറ്റായി. അത് എത്ര വർഷം അങ്ങനെ പോയി? അത് 2010 മുതൽ 2013 വരെ അത് നന്നായി ഓടി. പിന്നെ അഗൈൻ ഇഫ് യു റിമെമ്പർ 2013-14 2,000-3,000 രൂപയ്ക്ക് ആൻഡ്രോയിഡ് ഫോൺസ് കിട്ടാൻ തുടങ്ങി, വാട്സാപ്പ് വരാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർക്ക് SMS-ലൂടെ ഇന്റർനെറ്റ് സെർച്ച് ചെയ്യേണ്ട ആവശ്യമില്ല, അവർ 2,000-3,000 രൂപയുടെ ഫോണിൽ തന്നെ ഗൂഗിൾ അതൊക്കെ കിട്ടും. ബിസിനസ് മോഡൽ നിന്ന് പോയി, കൈൻഡ് ഓഫ് സ്റ്റക്കായി. അപ്പോഴാണ് ബട്ട് ദ ലേണിംഗ് ദാറ്റ് ഐ ഗോട്ട് ഫ്രം SMS Gyan വാസ് ഇഫ് യു can figure out a problem that affects a large number of people in India and solve it using technology, the opportunity of scale is huge. കുറേ യൂസേഴ്സ് പെട്ടെന്ന് കിട്ടും എന്നുള്ള റിയലൈസേഷൻ ഉണ്ടായിരുന്നു. കാരണം ഇന്ത്യയിലെ മലയാളത്തിൽ ഒന്നുകൂടെ പറയാം, അതായത് ഈ പ്രോബ്ലം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ടെക്നോളജി ഉപയോഗിച്ച് സോൾവ് ചെയ്യാമെങ്കിൽ പെട്ടെന്ന് യൂസേഴ്സ് കിട്ടും, എസ്പെഷ്യലി ഇന്ത്യയിൽ. കാരണം ഇന്ത്യയിൽ 1.4 ബില്യൺ ആൾക്കാരുണ്ട്. ആ ലാർജ് പോപ്പുലേഷൻ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും പ്രോബ്ലം ഫിഗർ ഔട്ട് ചെയ്തിട്ട് ടെക് വെച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറേ യൂസേഴ്സ് പെട്ടെന്ന് കിട്ടും എന്നുള്ള റിയലൈസേഷൻ അതിനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി എന്ത് ചെയ്തു? ദാറ്റ്സ് വെൻ ലൈക്ക് അടുത്ത സ്റ്റാർട്ടപ്പ് എന്താണെന്ന് ആലോചിക്കുന്ന സമയത്ത് അതുപോലത്തെ ഒരു ആ ഒരു കോർ ഇഷ്യൂ ഇന്ത്യയിൽ നടക്കുന്ന പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ള ഒരു ആ ഇൻസൈറ്റ് ഉണ്ടായിരുന്നു, റൈറ്റ്. ദാറ്റ്സ് വൈ വി ചൂസ് എഡ്യൂക്കേഷൻ. അവിടെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തോട്ടെ. അത് നിന്ന് പോയപ്പോൾ സ്വാഭാവികമായിട്ടും പലരും ജോലിയിലേക്ക് തിരിച്ചു പോകണമെന്നൊരു ചിന്ത വന്നു ആ സമയത്ത്? ഇല്ല, കാരണം എൻ്റർപ്രണർഷിപ്പ് എന്ന് പറയുന്നത് ഐ വുഡ് സേ ഇപ്പോൾ ഫുട്ബോൾ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം, റൈറ്റ്. അതിന് ആൾക്കാർക്ക് ഒരു മടുപ്പ് വരില്ല, റൈറ്റ്. തലക്ക് പിടിക്കും ബേസിക്കലി. അത് ഉച്ച ആയിക്കോട്ടെ, രാത്രി ആയിക്കോട്ടെ, മഴയത്തായിക്കോട്ടെ, ഡസൻ കെയർ ഇഫ് യു ലൂസ് ഓർ വിൻ, അത് ഇങ്ങനെ കളിച്ചുകൊണ്ടേക്കും, റൈറ്റ്. അതുപോലെ തന്നെ എൻ്റർപ്രണർഷിപ്പ്, ഒരു അഡിക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇറ്റ് ഡസൻ മാറ്റർ ഇഫ് യു ലൂസ് ഓർ വിൻ, യു ഹാവ് ടു കീപ് പ്ലേയിങ്, റൈറ്റ്. അടുത്ത സ്റ്റെപ്പ്. അപ്പോൾ അത് അതിനുശേഷമാണ് എഡ്യൂക്കേഷനിൽ എന്തെങ്കിലും സോൾവ് ചെയ്യാന്ന് വിചാരിച്ചത്. എഡ്യൂക്കേഷൻ, ആ ഒരു ഇൻസൈറ്റ് ഉണ്ടല്ലോ, ലൈക്ക് സോൾവിങ് എ പ്രോബ്ലം ദാറ്റ് അഫക്ട്സ് എ ലാർജ് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ, അതിന് എക്സാക്ട്ലി മാച്ച് ആവുന്നുണ്ടായിരുന്നു എഡ്യൂക്കേഷൻ. കാരണം എഡ്യൂക്കേഷൻ വാസ് വൺ ഓഫ് ദ ടോപ്പ് ഇഷ്യൂസ് ഇൻ ഇന്ത്യ, ദെൻ സ്റ്റിൽ വൺ ഓഫ് ദ ടോപ്പ് ഇഷ്യൂസ് ഇൻ ഇന്ത്യ. സോ മീ ആൻഡ് മൈ കറന്റ് co-founder Rahul thought രാഹുൽ എൻ്റെ co-founder and CTO ആണ്. പുള്ളീനെ പരിചയപ്പെട്ടത് ഒരു മ്യൂച്വൽ ഫ്രണ്ട് വഴിയാണ് പരിചയപ്പെട്ടത്. പുള്ളി again I was looking for a tech co-founder then, so there was this guy called Shahul was our mutual friend. അപ്പോൾ ഷാഹുലാണ് രാഹുൽ കണ്ടത്. അപ്പോൾ രാഹുൽ was like one of the top Python guys in the techie, proper techie ആണ്. പുള്ളി was one of the top like Python guys in Kochi, and he was also looking to start up something. അപ്പോൾ രണ്ടുപേരെ ടൈമിങ് പെർഫെക്റ്റ് ആയി, and we met, and then we kind of figured out, okay, this is a good problem to solve, right? അപ്പോൾ അത് that's what education is like one of the top issues. അത് ടെക് വെച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ we knew that we'll get a lot of users. അപ്പോൾ എന്താണ് ബിസിനസ്, എന്താണ് തുടക്കം എന്താണെന്നുള്ളത് ആദ്യം ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ we kind of figured out that ഞാനും രാഹുലും പേഴ്സണലി ഫേസ് ചെയ്ത പ്രോബ്ലമാണ് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവിടുത്തെ ടീച്ചേഴ്സുമായിട്ട് ഉണ്ടായ എക്സ്പീരിയൻസ്. എൻട്രൻസ് എക്സാംസ്, എഞ്ചിനീയറിംഗ് കോളേജിൽ പോകുന്നതിന് മുമ്പ് എൻട്രൻസിന് വേണ്ടിയിട്ട് ഒരു കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ടുണ്ടായിരുന്നു, റൈറ്റ്. അപ്പോൾ അവിടെ we saw some problems first hand, right. That is ഒരു 60 സ്റ്റുഡൻസ് ഉണ്ടാവും, അതിൽ 5-10 ആൾക്കാർക്ക് ആക്ച്വലി ടീച്ചിങ്ങിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്, റൈറ്റ്. അത്രേ ഉള്ളൂ, റൈറ്റ്. അപ്പോൾ ബാക്കി 50 പേർക്ക് കൈൻഡ് ഓഫ് ഗെറ്റിംഗ് ഇഗ്നോർഡ്, റൈറ്റ്. അപ്പോൾ അത് വി തോട്ട് വി കുഡ് സോൾവ് ഇറ്റ് യൂസിങ് ടെക്നോളജി. അപ്പോൾ ടീച്ചേഴ്സിനും സ്റ്റുഡൻസിനും വേണ്ടിയിട്ട് ഒരു ഡാഷ്ബോർഡ് ബിൽഡ് ചെയ്തു. ടീച്ചേഴ്സ് കുഡ് സ്റ്റാർട്ട് എക്സാംസ് ഫോർ ദി സ്റ്റുഡൻസ് എക്സാംസ് മൊബൈലിൽ എടുക്കുന്ന സമയത്ത് ടീച്ചേഴ്സ് ഗോട്ട് ആക്ഷനബിൾ ഇൻസൈറ്റ്സ്, റൈറ്റ്, using which they could improve the learning experience inside the classroom. ആ ഒരു തീസിസ് വെച്ചാണ് തുടങ്ങിയത്. അത്യാവശ്യം ട്രാക്ഷൻ ഉണ്ടായിരുന്നു, റൈറ്റ്. വി ഹാഡ് ദിസ് വൺ ലാർജ് ഇൻസ്റ്റിറ്റ്യൂട്ട് വിച്ച് ഗേവ് us more than 1,000 സ്റ്റുഡൻസ്. അത്യാവശ്യം റവന്യൂ ഉണ്ടായിരുന്നു, ബട്ട് വി കുഡ് നോട്ട് റെപ്ലിക്കേറ്റ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ചെയ്ത കാര്യങ്ങൾ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ സ്കെയിൽ ചെയ്യാൻ പറ്റില്ല. കാരണം വി ഹാഡ് ടു ബിൽഡ് ലൈക്ക് ഫീച്ചേഴ്സ്, റൈറ്റ്. അപ്പോൾ അവർക്ക് വേറെ ഫീച്ചർ അയക്കാൻ വേണ്ട വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിന്, ആൻഡ് മൾട്ടിപ്പിൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ ഭയങ്കര പാടായിരുന്നു, റൈറ്റ്. ടീച്ചേഴ്സ് ഉണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, പേരൻസ് ഉണ്ട്, റെസിസ്റ്റൻസ് ചേഞ്ചും ഉണ്ടാവും. എക്സാക്ട്ലി. ടീച്ചേഴ്സിനൊക്കെ കൈൻഡ് ഓഫ് ആ സമയത്ത് ടെക് ഒരു എനിമി പോലെയാണ് കണ്ടത്, റൈറ്റ്. നമുക്ക് ചെയ്യാൻ പറ്റാത്ത എന്താണ് ടെക്കിന് ചെയ്യാൻ പറ്റുന്നുള്ളൊരു കൈൻഡ് ഓഫ് ഒരു ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ടായിരുന്നു. നൗ ഐ തിങ്ക് എ ലോട്ട് ഓഫ് തിങ് ദോസ് സ്റ്റഫ് ഹാസ് ചേഞ്ച്, ബട്ട് ആ സമയത്ത് ആ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഡ്യൂ ടു മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് വി കുഡ് നോട്ട് സ്കെയിൽ ഇറ്റ് ബിയോണ്ട് ലൈക്ക് വൺ. ബട്ട് ഇറ്റ് വാസ് എ സക്സസ്.
സക്സസ് എന്ന് പറയുമ്പോൾ ഇൻ ടേംസ് ഓഫ് റവന്യൂ മേ ഗുഡ് മണി, ബട്ട് കമ്പനി നമ്മൾ വിചാരിച്ച പോലെ ഒരു ടെക് സ്കെയിൽ നടന്നില്ല. അതും ഒരു B2B ആണ്. എക്സാക്ട്ലി B2B ആണ്. മില്യൺസ് ഓഫ് യൂസേഴ്സ് എത്തുന്നുള്ള ഒരു പാത്ത് കാണുന്നുണ്ടായിരുന്നില്ല. ആൻഡ് ലൈക്ക് ബോത്ത് മീ ആൻഡ് രാഹുൽ വേർ പീപ്പിൾ ഹു എൻജോയ്ഡ് സ്കെയിൽ, റൈറ്റ്? നമ്മളൊരു സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ അത് വളർത്തണം. 10 ലക്ഷം അല്ലെങ്കിൽ 1 കോടി ആൾക്കാർ എത്തുമ്പോഴാണ് നമ്മൾക്ക് അതിൻ്റെ ഒരു തിരിൽ വരുള്ളൂ, റൈറ്റ്? അപ്പോൾ ആ ഒരു സംഭവം ഇല്ലാന്ന് ക്ലിയർലി മനസ്സിലായി, റൈറ്റ്? നമ്മൾക്ക് കുറച്ച് കാശ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു, പക്ഷേ വി കൈൻഡ് ഓഫ് ഡിസൈഡ് ഓക്കെ ദിസ് ഇസ് നോട്ട് വാട്ട് വി വാണ്ട് ടു ഡു. ആൻഡ് ദാറ്റ്സ് വെൻ ആ സമയത്താണ് ആ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സാധനം ബിൽഡ് ചെയ്യുന്ന സമയത്താണ് വി ഫിഗർഡ് ഔട്ട് ദാറ്റ് ദർ ഇസ് എ മച്ച് ബിഗർ മാർക്കറ്റ് ഓൺ ദി ലോക്കൽ ലാംഗ്വേജ് upskilling or like learning side, right? അപ്പോൾ ഒരു B2C. Exactly. ഞാൻ അതിലൊരു ചോദിച്ചില്ല. അപ്പോൾ അന്ന് പേര് എന്താണ് ഇട്ടത്? പേര് എൻട്രി തന്നെയായിരുന്നു. എൻട്രി തന്നെ. അതങ്ങനെ എൻട്രി എന്ന് പേരിടാൻ കാരണം എൻട്രൻസ് എക്സാമിനെ ഷോർട്ട് ചെയ്താണ് ലൈക്ക് എൻട്രി എന്നുള്ളത്, റൈറ്റ്? അപ്പോൾ അത് കൈൻഡ് ഓഫ് ഇപ്പോഴത്തെ കറണ്ട് എൻട്രിയിലേക്ക് നല്ല രീതിയിൽ സിങ്ക് ആയി. അപ്പോൾ പേര് നമ്മൾ മാറ്റിയില്ല, പക്ഷേ ബിസിനസ് ആൻഡ് കമ്പനി അപ്സ്കില്ലിംഗ് ആണ്. അപ്സ്കില്ലിംഗ് വെച്ചല്ല തുടങ്ങിയത്. നമ്മൾ ഗവൺമെന്റ് ജോബ് എക്സാംസിലെ ടെസ്റ്റ് പ്രിപ്പ് വെച്ചിട്ടാണ് തുടങ്ങിയത്. എന്തിനു വേണ്ടിയിട്ടാണ്? PSC എക്സാംസ്, റൈറ്റ്? അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് വി സോ ദാറ്റ് ഇഫ് ദർ വർ വൺ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എഞ്ചിനീയറിംഗ് ആൻഡ് മെഡിക്കൽ, അതിൻ്റെ ഒരു 10-20 ഇരട്ടി ഈ PSC എക്സാംസ് ഉണ്ട്. എവിടെ പോയി കഴിഞ്ഞാൽ PSCൻ്റെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടായിരുന്നു, റൈറ്റ്? സ്പോക്കൺ ഇംഗ്ലീഷ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ വി കൈൻഡ് ഓഫ് ന്യൂ ദാറ്റ് ഓക്കെ ഇതിനെക്കാട്ടി എത്രയോ വലിയ മാർക്കറ്റാണ് അപ്പുറത്ത്, സ്കെയിലബിൾ ആണ്. അപ്പോൾ അഗൈൻ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് ഡയറക്റ്റ്ലി അവിടെ അപ്രോച്ച് ചെയ്യാനുള്ള താല്പര്യം ഉണ്ടായിരുന്നില്ല, കാരണം വി ഹാഡ് ലൈക്ക് ബാഡ് എക്സ്പീരിയൻസ് ഡൂയിങ് ഇറ്റ് ഫോർ എഞ്ചിനീയറിംഗ് കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. So we thought we'll go B2C, right? B2 like just a set of mock exams ഇറക്കി and it started taking off. അവിടെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഒരാൾ ടെക്കിയാണ്, യു ആർ എൻ എക്സ്പെർട്ട് ഇൻ മാനേജ്മെന്റ്. അപ്പോൾ യു നീഡ് ടു ഹാവ് ദ ഹയറിംഗ്, ഫാക്കൽറ്റി വേണം, മൊഡ്യൂൾ ഉണ്ടാവണം. അതൊക്കെ എങ്ങനെ സെറ്റ് ചെയ്തു? അതിനൊക്കെ റൈറ്റ് ആൾക്കാർ ഹയർ ചെയ്തു, റൈറ്റ്? അപ്പോൾ അത് എല്ലാം ഓവർനൈറ്റ് സംഭവിച്ച കാര്യങ്ങളല്ല, 1 by 1 ഫേസ് ബൈ ഫേസ് നമ്മൾ ലേണിംഗ് ഇമ്പാക്റ്റിന് വേണ്ടിയിട്ട് ആൾക്കാർ ഹയർ ചെയ്തു. അപ്പോൾ PSC കോച്ചിങ് അത് നന്നായി പോയോ? അത് PSC നല്ല റിയലി ടുക്ക് ഓഫ്, റൈറ്റ്? വേറെ കോഴ്സസ് ആഡ് ചെയ്തു? പിന്നെ വേറെ PSC ഹിറ്റായതിനു ശേഷം ടെസ്റ്റ് പ്രിപ്പിൽ തന്നെ കൂടുതൽ കാറ്റഗറീസ് ആഡ് ചെയ്തു. പോലീസ് എക്സാംസ് ആഡ് ചെയ്തു, വാട്ടർ അതോറിറ്റി, ടീച്ചർ എക്സാംസ്, അങ്ങനെ ഓരോരോ കാറ്റഗറീസ് ആഡ് ചെയ്തു. ആൻഡ് ഇവൻച്വലി വി ഓൾസോ ഫിഗർഡ് ഔട്ട് ദാറ്റ് ഓഫ് ഓൾ പീപ്പിൾ ദാറ്റ് ടേക്ക് ദീസ് ഗവൺമെൻറ് ജോബ് എക്സാംസ് ഓൺലി 0.3% ആക്ച്വലി ഗെറ്റ് എ ജോബ്, റൈറ്റ്? കാരണം millions of people take these exams only for thousands of jobs, right? പക്ഷെ അവർ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും, പക്ഷേ ഒരു 3-4 വർഷം കഴിഞ്ഞാൽ they'll give up, right? So 99.5% or so won't get a government job, right? അവർക്ക് എന്തായാലും പ്രൈവറ്റ് ജോലിയിൽ പോകണം. ആൻഡ് ഫോർ ദാറ്റ് they do a lot of upskilling. അപ്പോൾ നമ്മുടെ ആപ്പിൽ ഈ യൂസേഴ്സ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ അവർ ഗവൺമെന്റ് ജോലി കിട്ടിയില്ലെങ്കിൽ പ്രൈവറ്റ് ജോലിക്കുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അവിടെ അപ്സ്കില്ലിംഗ് ആവശ്യമുണ്ട്. അതെ, അവിടെയാണ് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷ് വെച്ചാണ് തുടങ്ങിയത് അപ്സ്കില്ലിംഗ്. പിന്നെ അതിനുശേഷം കൂടുതൽ വെർട്ടിക്കൽസ് ഓൺ ചെയ്തു. അപ്പോൾ ഇന്നിപ്പോൾ എത്ര കോഴ്സുകളുണ്ട് എൻട്രി ആപ്പിന്? ഇന്ന് 700 കോഴ്സ് ഉണ്ട്, 700+ കോഴ്സസ് ഉണ്ട്. നമ്മൾ കേരളം മലയാളം മാത്രമാണോ? അല്ല, മലയാളം, തമിഴ്, തെലുഗു ആൻഡ് ഹിന്ദി. മലയാളം, തമിഴ്, തെലുഗു, ഹിന്ദി. ഇത് നിങ്ങൾ രണ്ടുപേരും ചേർന്ന ഒരു ആശയമായിരുന്നു. ഇന്ന് എത്ര പേർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? 1000+ ആൾക്കാരുണ്ട്. എക്സലന്റ്. എൻട്രി 1000 പേർക്ക് തൊഴിൽ കൊടുക്കുന്ന സ്ഥാപനമായി വളർന്നു അല്ലേ? എത്ര യൂസേഴ്സ് ഉണ്ടാവും നമുക്ക്? 1.5 crore users across these 4 languages. Wow. 1.5 കോടി യൂസേഴ്സ് ഉണ്ട്. പെയ്ഡ് അതിൽ 8 lakh+ പെയ്ഡ് യൂസേഴ്സ് ആണ്, 8 ലക്ഷം+ പെയ്ഡ് യൂസേഴ്സ് ആണ്. ഒരു ചെറിയൊരു സംരംഭമായിട്ട് തോന്നുന്ന ഒരു സാധനമായിരുന്നു. പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇറങ്ങിയതാണ്. ഇന്നിപ്പോൾ ഇതിൻ്റെ ഒരു വാല്യുവേഷൻ ഒക്കെ എടുത്ത് എത്രയുണ്ടാവും? വാല്യുവേഷൻ ക്ലോസ് ടു 800 crores. എക്സലന്റ്. 800 crores വാല്യുവേഷൻ. നിങ്ങൾ രണ്ടുപേരും ചേർന്ന് 1000 പേർക്ക് തൊഴിലും 800 കോടി വാല്യുവേഷനുമായി. ഇവിടെയാണ് ഈ ഒരു ജേർണിയിൽ ഐ വോണ്ട് ടു ചെക്ക് വിത്ത് യു. സ്കെയിലപ്പ് എന്ന് പറയുന്ന സാധനം ഇപ്പം നിങ്ങൾക്ക് തലയ്ക്ക് പിടിച്ചാണ് സ്കെയിലപ്പ്. നിങ്ങൾ സ്കെയിലപ്പ് ചെയ്യാൻ പറ്റാത്തപ്പോഴാണ് നിങ്ങൾ ഫ്രസ്ട്രേറ്റഡ് ആവുന്നത്. അങ്ങനെ ഒരു സാധനമാണ് ഇത് ഉണ്ടാക്കുന്നത്. ഈ സ്കെയിലപ്പിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം, യു ആർ എ സക്സസ്ഫുൾ ഓൺട്രപ്രണർ, അതിന് ഒരു ടീമിനെ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ്. ഞാൻ നിരവധി ആസ് എ ബിസിനസ് കോച്ച് നിരവധി ആൾക്കാരായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്ന ഒരാളാണ്. നിങ്ങളൊരു ആൾക്കാരെ എടുക്കുമ്പോൾ എങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മൾ എടുക്കുക എന്നുള്ളൊരു ചോദ്യം വരും. ഒന്ന്, നമ്മൾ പറഞ്ഞു കൊടുത്താൽ ചെയ്യുന്ന എംപ്ലോയി ആണോ വേണ്ടത്, അതോ അവർ നമ്മളെ പഠിപ്പിക്കുന്ന നമ്മളോട് കറക്റ്റ് ചെയ്യുന്ന എംപ്ലോയി ആണോ? എങ്ങനെയുള്ള ആൾക്കാരെയാണ് എൻട്രി എടുക്കുക? രണ്ടാമത് പറഞ്ഞ കാറ്റഗറിയാണ്. അപ്പോൾ അത് സിമ്പിളാണ്, റൈറ്റ്? ഇപ്പോൾ ഇഫ് ഐ ഹയർ വെൻ ഐ ഹയർഡ് ഹെഡ് ഓഫ് ഗ്രോത്ത്, ലൈക്ക് പുള്ളിയുടെ പേര് ശരത്താണ്, ഐ ലുക്ക്ഡ് അറ്റ് ഇഫ് ഹീസ് ബെറ്റർ ദാൻ മീ ഇൻ ഗ്രോത്ത്, റൈറ്റ്? Simple ആണ്. അപ്പോൾ when I had my head of finance, whose name is Ratish, who is also qualified CA, I looked at if he's better than me in finance, much better than me in finance, right? അപ്പോൾ you have to hire people who are better than you. നമ്മളെക്കാളും ആ മേഖലയിൽ
അടിപൊളിയായിരിക്കണം, നമുക്ക് ഉപദേശം തരാനുള്ള കഴിവ്, അത്രയേ ഉള്ളൂ, നമ്മളെ തിരുത്താനുള്ള കഴിവ് ഉണ്ടാവണം. ആൻഡ് ഐ തിങ്ക് ഐ ആം അറ്റ് എ ഫേസ് റൈറ്റ് നൗ വെയർ ആ ലോജിക്ക് തന്നെ ഫോളോ ചെയ്യുകയാണെന്നെങ്കിൽ 95% ഓഫ് the stuff that I have been doing has been taken over by people who are better than me at that, right? അതാണ് ഒരു സംരംഭത്തിന്റെ വളർച്ച എന്ന് പറയുന്നത്, right? So you have to hire people who are better than you at a particular thing, and obviously you also have to keep improving. But അങ്ങനത്തെ ആൾക്കാർ കമ്പനിയിൽ വന്നു കഴിഞ്ഞാൽ obviously you'll improve and give them the time and space and resources, right? Let them run with it. അവർക്ക് once you know that they are better than you at that, അവർക്ക് പിന്നെ ഫ്രീഡം കൊടുക്കുക, വേണ്ട റിസോഴ്സ് കൊടുക്കുക, ഇനഫ് സ്കിൻ ഇൻ ദ ഗെയിം കൊടുക്കുക, ഇക്വിറ്റി കൊടുക്കുക, സോ ദാറ്റ് വെൻ ദേ വർക്ക് ദേ ഓൾസോ ഹാവ് എൻ അപ്സൈഡ് ഇൻ ദ ലോങ് റൺ. ദാറ്റ്സ് ദി ഫോർമുല, റൈറ്റ്? ഏത് സ്ഥാപനം എടുത്താലും എൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത് സെയിൽസ് ആണ്. നിങ്ങൾക്ക് ഒരു എംപ്ലോയി ഉണ്ടെങ്കിൽ 1000 എംപ്ലോയി ഉണ്ടെങ്കിലും യു നീഡ് ഫണ്ട് ഫ്ലോ. സോ വാട്ട്സ് യുവർ ഇത് സക്സസ്ഫുൾ ആയി എന്ന് പറയുമ്പോൾ തന്നെ 800 കോടി വാല്യുവേഷൻ വന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് ഇത്രയും യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ സീക്രട്ട് എന്താണ്? Sales, again, I might be a little biased, but I would say we've built one of the best sales team in India, especially in the tech segment. നമ്മൾ 1000-1500 രൂപയുടെ പ്രോഗ്രാംസ് വിറ്റാണ് തുടങ്ങിയത്. ഇപ്പോൾ വി സെല്ലിംഗ് ആസ് ഹൈ as 1.5 lakh rupees. And I would say sales is very very important, right? കാരണം നമ്മുടെ ബാക്കി എന്ത് നടക്കുന്നുണ്ടെങ്കിലും people have to bring in users to the platform, right? അപ്പോൾ നമ്മൾ യൂസർ അക്വിസിഷനൊക്കെ ഗ്രോത്ത് മാർക്കറ്റിംഗ് ടീമൊക്കെ ചെയ്യും, പക്ഷേ അവർ ആക്ച്വലി വന്നിട്ട് എൻട്രിയുടെ ആപ്പിൻ്റെ ഓഫറിങ് മനസ്സിലാക്കി കൊടുത്തിട്ട് അവരെ കൺവേർട്ട് ചെയ്തിട്ട് ആപ്പ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് സെയിൽസ് ടീം. ഐ വുഡ് കോൾ ദം ദി ഫേസ് ഓഫ് എൻട്രി, റൈറ്റ്? അവരാണ് യൂസേഴ്സിനെ ഡയറക്റ്റ് ഫേസ് ചെയ്തിട്ട് കൺവിൻസ് ചെയ്തിട്ട് ഇത് നിങ്ങളുടെ കോസിന് ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് പറഞ്ഞിട്ട് അവർ കൺവേർട്ട് ചെയ്യിപ്പിക്കുന്നത്, റൈറ്റ്? ആൻഡ് ഇറ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്, റൈറ്റ്? സോ I would say we are very generous when it comes to incentives. I know the numbers. Across India's edtech, I believe Entri has the highest incentive among all edtech. We believe that if they bring in something, they deserve a percentage of that. അപ്പോൾ എത്ര രൂപയൊക്കെ മാസം ഇൻസെന്റീവ് ഒക്കെ കൊണ്ടുവന്നവരുണ്ട്? Overall 2.5 to 3 lakh rupees per month ഉണ്ടാക്കിയ സെയിൽസ് എക്സിക്യൂട്ടീവ്സ് എൻട്രിൻ്റെ അകത്തുണ്ട്, റൈറ്റ്? 1 lakh rupees ഒക്കെ നോർമലാണ്. പെർഫോം ചെയ്യണമെങ്കിൽ 1 lakh rupees എന്തായാലും അറൗണ്ട് 1 lakh rupees എന്തായാലും ഉണ്ടാക്കാൻ പറ്റും, റൈറ്റ്? 2.5 to 3 lakh വരെ ഉണ്ടാക്കിയ ആൾക്കാരുണ്ട്, ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്, റൈറ്റ്? സോ ദാറ്റ്സ് വാട്ട്, റൈറ്റ്? സോ ആ ഒരു ഫിലോസഫി, ലൈക്ക് വാട്ട് you bring to the table, you get a percentage out of that, right? And not only in terms of money, but also in terms of equity, right? Sales team-നും നമ്മൾ ESOP-ഉം equity കൊടുക്കുന്നുണ്ട്. Equity കൊടുക്കുന്നുണ്ട്. Entry exactly. So entry 1000 പേരിൽ I think at least 250 plus ആൾക്കാർ ഇൻസെന്റീവ് ഹോൾഡ് ചെയ്യുന്നുണ്ട്. Oh, excellent, right? So again, just imagine, right? 250 പേര് ആൾക്കാർ എൻട്രിയുടെ ഓണർഷിപ്പ് ഫീലിംഗ് വരുന്ന സമയത്ത് അതിൻ്റെ പ്രൊഡക്ടിവിറ്റി കൂടും. ഇൻഫാക്ട് വി വാണ്ട് മോർ പീപ്പിൾ ടു ഓൺ ഇക്വിറ്റി. അത് അറ്റ്ലീസ്റ്റ് 50% ആവണമെന്നാണ് എൻ്റെ ഒരു ഗോൾ, റൈറ്റ്? ഇൻ ദ നെക്സ്റ്റ് 2 to 3 നമ്മളിതെല്ലാം കൂടി കെട്ടിപ്പിടിച്ചിരുന്നൊരു കാര്യമില്ല, റൈറ്റ്? സോ when you give away, it is a positive sum game, right? Everyone wins. അപ്പോൾ ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി കിട്ടും, നമുക്ക് നഷ്ടപ്പെടുന്നല്ല. ലൈക്ക് നെറ്റ് gain is a huge positive, right? So we want to increase the equity holders inside Entri, and that is very clear. Sales ആൾക്കാർക്കും equity ഉണ്ട്. And I think that's the success of Entri. Sales ആൾക്കാർക്ക് they feel that they're part of Entri, they're owners of Entri, and they are able to earn very very well. And again, as I mentioned, we're very very generous with incentives as well. നിസാം, ഒരു സ്ഥാപനത്തിൻ്റെ വളർച്ചയിൽ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതിന് എത്രമാത്രം പ്രസക്തിയുണ്ട്? ഇപ്പോൾ my role as a CEO and founder at Entri, my primary role, right, is to make sure that there is money in the bank. അതെ, അതാണ് പ്രൈമറി റോൾ. അതില്ലാതെ ഒന്നും നടക്കില്ല, റൈറ്റ്? അപ്പോൾ വിറ്റാമിൻ എം ഇല്ലാതെ ഒരു പരിപാടി ഇല്ല. എക്സാക്ട്ലി. സോ അത് ആണ് എൻ്റെ വൺ ഓഫ് ദി ടോപ്പ് പ്രയോറിറ്റി. വൺ ഓഫ് ദി എന്നല്ല, ദ ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി അതാണ്. എപ്പോഴും ബാങ്കിൽ കാശ് ഉണ്ടാവണം. അത് ഒരു മാസത്തേക്കുള്ള കാശല്ല, അറ്റ്ലീസ്റ്റ് 18 to 24 months കാശ് ബാങ്കിൽ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ പ്രൈമറി ഒബ്ജക്റ്റീവ്, റൈറ്റ്? സെക്കൻഡ്, ഓബ്വിയസ്ലി സെറ്റിംഗ് ദ വിഷൻ, എല്ലാവരും ക്ലിയർ ആണ് ഏത് ഡയറക്ഷനിലേക്ക് പോകുന്ന സ്ട്രാറ്റജി, അതൊക്കെയാണ്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് റൂൾ നമ്പർ 1, റൈറ്റ്? ആൻഡ്
I'm glad that I've been able to do that for the last 6.5-7 years. We've raised multiple rounds, close to 130 crore rupees raise ചെയ്തിട്ടുണ്ട്. It's very hard, right? Fundraising straightforward game അല്ല. Like, it has gotten easier round after round because ആദ്യത്തെ റൗണ്ട് വളരെ ടഫ് ആയിരുന്നു. പിന്നെ കുറച്ച് റവന്യൂ വന്നു, യൂസേഴ്സ് വന്നു. സെക്കൻഡ് റൗണ്ട് കുറച്ച് ഈസിയർ ആയി. ഫണ്ടിങ് കിട്ടിയിട്ടുണ്ടോ? എത്ര വരെ ഫണ്ടിങ്? 130 കോടി വരെ 130 crore rupees plus raise ചെയ്തു. Wow, ആരാണ് ഇൻവെസ്റ്റ് ചെയ്തത്? We've got like some of the best investors in the world. Like for example, venture capitalists ഉണ്ട്. Some really good names there as well. Like for example, Google, the first investor, Ram Sriram is an investor in Entri. Okay. There is this guy called Sriram Krishnan who is part of Elon Musk in the team. Like US government work in and അങ്ങനത്തെ കുറേ like top names from the valley ഉണ്ട്. Plus some really good VCs like Omidya Network, eBayയുടെ ഫൗണ്ടറിൻ്റെ ഫണ്ടാണ്. ഗുഡ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞൊരു ഫണ്ട് ഉണ്ട്. പിന്നെ ഒരു ബെൽജിയൻ ബേസ്ഡ് വേൾഡ് ഇൻവെസ്റ്റ് എന്ന് പറഞ്ഞ ഫണ്ട് ഉണ്ട്. അപ്പോൾ അക്രോസ് ഓൾ ദീസ് ഇൻവെസ്റ്റേഴ്സ് we've raised. അപ്പോൾ you are also selling. Yeah, exactly. I'm also salesman, right? So അപ്പോൾ that's why ഡിസിപ്ലിൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നമ്മുടെ സെയിൽസ് ടീം നമ്മുടെ യൂസേഴ്സിന് നിൽക്കുന്ന പോലെ തന്നെയാണ് ഞാൻ ഇൻവെസ്റ്റേഴ്സിന് പിച്ച് ചെയ്യുന്നത്, റൈറ്റ്? ഐ നോ ദാറ്റ് ഇഫ് ഐ പിച്ച് ടു 100 people, only 2 or 3 people. അപ്പോൾ യു കാൻ ടേക്ക് ദ ഫണ്ട് ആൻഡ് ഗോ എനിവേ. Obviously no. സോ അത് അക്കൗണ്ടബിൾ ആണ്. Exactly, right. അപ്പോൾ കമ്മിങ് ബാക്ക് ടു ദി ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ പോയിന്റ്, ആ കാശ് we have to make sure that every money that we spend brings in like 4 or 5 or 10x ROI, right? Correct. And we only whenever we spend, we kind of ask this question, okay, will this be useful for our users, right? Or will this be useful for our employees? ഈ പണം ചെലവാക്കുമ്പോൾ അത് നമ്മുടെ യൂസേഴ്സിന് എങ്ങനെയായിരിക്കും? യൂസേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ, എൻട്രിയിൽ എംപ്ലോയീസിന് ഹെൽപ്ഫുൾ ആവുന്നുണ്ടോ, റൈറ്റ്? അപ്പോൾ ആ രണ്ട് പ്രൈമറി ചോദ്യങ്ങളാണ്. ആൻഡ് ഞാൻ പറഞ്ഞു നേരത്തെ, നമ്മുടെ ഹെഡ് ഓഫ് ഫൈനാൻസ് രതീഷ് ഈസ് എ ക്വാളിഫൈഡ് CA. പുള്ളിക്ക് എല്ലാ പവറുണ്ട് വെൻ ഇറ്റ് കംസ് ടു ഫൈനാൻസ്. ഐ ഗിവൺ ഹിം എവറിത്തിങ്. അപ്പോൾ ഞാൻ 1 രൂപ ചിലവാക്കുന്നുണ്ടെങ്കിലും 5 രൂപ ചിലവാക്കുന്നുണ്ടെങ്കിലും പുള്ളിക്ക് ചോദിക്കാം ഇത് എവിടെയാണ് ചിലവാക്കിയത്, ചോദിക്കും, റൈറ്റ്? സോ ഐ ഗിവൺ ഹിം ദാറ്റ് ഫ്രീഡം, റൈറ്റ്? ആൻഡ് ദാറ്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഐ ഹാവ് ടു കൈൻഡ് ഓഫ് സെറ്റ് ദി എക്സാമ്പിൾ ദാറ്റ് എനിക്ക് പോലും വേണ്ട പോലെ തോന്നിയ പോലെ ചിലവാക്കാൻ പറ്റില്ല, റൈറ്റ്? ഒബ്വിയസ്ലി ദാറ്റ് ബോയിൽസ് ഡൗൺ ടു എവരി വൺ എൽസ്, റൈറ്റ്? സോ ആ ഒരു ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ആൻഡ് ഫ്രുഗാലിറ്റി ഈസ് വെരി വെരി ഇൻഗ്രെയിൻഡ് ഇൻ എൻട്രീസ് കൾച്ചർ. അക്രോസ് ഓൾ ടീംസ്, ഓൾ ഫങ്ഷൻസ് നമ്മൾ ഭയങ്കര ഫ്രുഗലാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു ബാലൻസ് ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ഇപ്പോൾ നല്ലോണം ഫ്രൂഗലായിട്ട് വേർ വി ഹാവ് ടു സ്പെൻഡ് വേർ വിൽ ഗെറ്റ് റിട്ടേൺസ്, അത് ബ്ലോക്ക് ആവില്ല. ആ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യണം. ബട്ട് ആ ഫൈനാൻഷ്യൽ ഡിസിപ്ലിൻ ഈസ് വെരി വെരി പ്രൈമറി. നമ്മൾ മുതലാളിയാണെന്ന് വിചാരിച്ച് പൈസ എടുത്ത് അങ്ങോട്ടും കൊണ്ടൊന്നും ഇറ്റ്സ് ഓൾ വളരെ സൂക്ഷിച്ച് തന്നെ ഒരു സംരംഭം നടത്തിക്കൊണ്ട് പോകും. സോ അഗൈൻ എനിക്ക് പേഴ്സണൽ ഒരു ബിലീഫും ഉണ്ട്, റൈറ്റ്? ലൈക്ക് റേസിങ് മണി ഇസ് വെൻ ഐ പിച്ച് ടു ഇൻവെസ്റ്റേഴ്സ്, അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന കാശ് തിരിച്ചു കൊടുക്കണം എന്നുള്ളൊരു ഒബ്സഷൻ എനിക്കുണ്ട്, റൈറ്റ്? അത് ഐ നോ ദാറ്റ് ഹൗ ദി VC മോഡൽ വർക്ക്സ്, റൈറ്റ്? അവർ ചിലപ്പോൾ വേറെ ആളെ ഹെൽപ്പ് ചെയ്യുന്ന റേസ് ചെയ്യണം, അവർക്കറിയാം ഇത്ര സ്റ്റാർട്ടപ്സ് പൊട്ടിപ്പോകും, അതൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ റിട്ടേൺസ് വരുമെന്ന് അറിയാം. ബട്ട് ഈവൻ ദെൻ വെൻ ഐ പിച്ച് ടു ഇൻവെസ്റ്റേഴ്സ്, ഐ സീ ദം ബിലീവിങ് ഇൻ മീ, റൈറ്റ്? അവർക്ക് ആ ഒരു ഹോപ്പാണ് ഞാൻ കൊടുക്കുന്നുള്ളത്, റൈറ്റ്? അപ്പോൾ ഐ ആം വെരി വെരി ഒബ്സസീവ് അബൌട്ട് റിട്ടേണിങ് മണി ആസ് വെൽ, റൈറ്റ്? ആൻഡ് ഫോർ ദാറ്റ് സെയിം റീസൺ ലൈക്ക് ഡിസിപ്ലിൻ ഉണ്ട്. പക്ഷേ ഈ കാശ് കൊണ്ടുവന്നത് I am very obsessive that I have to return that money. Like not only like 1x 2x ഒന്നല്ല. ലൈക്ക് ഫോർ എക്സാമ്പിൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് എൻ്റെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയാണ് നമ്മൾ 25 lakh rupees റേസ് ചെയ്തത്. അവർക്ക് വൺ ഓഫ് അവർ റീസെൻറ്റ് റൗണ്ട്സ് വി ഗേവ് ദം എൻ എക്സിറ്റ്. അവർ മൊത്തം വിട്ടിട്ടില്ല. അറൗണ്ട് 4.5 years 32x ആണ് അവർക്ക് റിട്ടേൺ കിട്ടിയത്. റൈറ്റ്? 32 ഇരട്ടി, റൈറ്റ്? പാർഷ്യലി എക്സിറ്റ് ചെയ്തിട്ടുള്ളൂ. സോ ഐ തിങ്ക് ദാറ്റ് ഈസ് along with getting users, getting them jobs, doing impact, etc. One of the things that I enjoy the most and I'm passionate about the most is giving returns, right? And I think that is very very important. Like ഏത് എൻ്റർപ്രണർ ആണെന്നുണ്ടെങ്കിലും കാശ് വാങ്ങുന്ന സമയത്ത് ഓക്കെ ഇത് അവർ ഇൻവെസ്റ്റ് ചെയ്താണ് പോയാൽ പോയി എന്നുള്ളൊരു ഫീലിംഗ് വരാതെ I have taken this money, I have the responsibility and you should be passionate about returning that money as well. ഹിസാം, ഒരു സ്ഥാപനം സ്കെയിലപ്പ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ടോപ്പിലിരിക്കുന്ന CEO മൈൻഡ് ഫ്രീ ആയി ഓപ്പറേഷൻസിൽ ഇടപെടാതെ നമ്മൾ ഫണ്ടിങ് കണ്ടെത്തണമെങ്കിൽ നമ്മളൊന്ന് ഡിറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഇതിനൊരു ഓട്ടോമാറ്റിക് സിസ്റ്റം ഉണ്ടാവണം. കമ്പനി ബാക്കിയുള്ളവർ റൺ ചെയ്താലേ നമ്മൾ ഫ്രീ ആവുള്ളൂ. ആ സ്റ്റേജ് എത്തിയോ? അതിപ്പോൾ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ലൈക്ക് 95% എത്തിയെന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ. Again, as I mentioned, the team is awesome, right? At Entri, even if I am not there, Entri will function. Not only me, like anyone, if you remove anyone from the picture inside Entri, the system will still function, right? Karanam, it's a very well-oiled machine, right? Verticals and functions and categories and the brand is built, right? It's a people-run company.
സിസ്റ്റം റൺ കമ്പനിയാണ്. People plus systems, right? People systems മാത്രമൊന്നും ഇല്ലല്ലോ. People is the core of it, but there is a very strong underlying system as well, right? So, yeah. So I think we've reached that point, right? So in fact, recently I've even got more time to focus on stuff that will grow Entri faster. Like recently ഒരു CBO നെ ഹയർ ചെയ്തിരുന്നു. ചീഫ് ബിസിനസ് ഓഫീസർ എൽവിസ് എന്നാണ് പുള്ളി പേര്. പുള്ളി എക്സ് ബൈജൂസ് ആണ്. ഹി വാസ് മാനേജിങ് 2 companies that Byju's acquired, Osmo and Epic for Kids in the US. But Pulli has got really, really good experience managing that. More than 90 million a year managing dalana. So he's looking at business these days. So over the last 4.5 months, he's kind of completely taken over business from me. And I would say at least 50% of time in free agent, right? So I am able to focus on stuff that, as you mentioned, company grow ചെയ്യാനുള്ള കാര്യങ്ങൾ, company growing, like strategic partnerships, investor partnerships, like കുറേ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഐ തിങ്ക് സോ ആ ഒരു സ്റ്റേജിലാണ് ഇപ്പോൾ എൻട്രി ഉള്ളത്, റൈറ്റ്? വേർ ഇസാം ഭാവി പരിപാടികൾ എൻട്രിയുടെ എന്താണ്? സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1.5 crore യൂസേഴ്സ് എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇഫ് യു ലുക്ക് അറ്റ് ഇന്ത്യ ആൻഡ് ദി മാർക്കറ്റ് ദാറ്റ് വി ആർ സോൾവിങ് ഫോർ, അറൗണ്ട് 40 crore people are there in the age bracket of 18 to 35 years, okay, who are not good in English or not proficient in English, okay, but if they learn in their own local language and get a good experience, they can improve their employability chances. Okay, right? അത് മാത്രമാണ് എൻ്റെ ഫോക്കസ്. 40 കോടിയാണ് നമ്മുടെ ടാർഗറ്റ്. 40 കോടി പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സ് ഉണ്ട്. അതിൽ 10% അടുത്ത 3-4 വർഷത്തിൽ എത്തണം എന്നുള്ള 4 കോടി. 4 കോടിയിലേക്ക് എത്തലാണ് ഇമ്മീഡിയറ്റ് ടാർഗറ്റ്, റൈറ്റ്? അപ്പോൾ ഫ്രം ദി 8 lakh users that we paid users that we have, ഒരു 25 to 30 lakh paid users, good enough, is what we are targeting in the next 3 to 4 years. That is the immediate 3 to 4 year goal. But if you even like zoom out even further, we have a global vision, right? So if you look at the whole world, only 5% of the world has English as a first language. Okay. ബാക്കി 95% ആൾക്കാർക്കും English is not very proficient, right? അപ്പോൾ wherever that is the case, Entri has an opportunity, right? It could be GCC, Africa, Arabic languages, African languages, Latin America, right? അപ്പോൾ അവിടെയൊക്കെ അൺഎംപ്ലോയ്മെന്റ് ഉണ്ട്, ഇംഗ്ലീഷ് ഒരു പ്രോബ്ലമാണ്, അപ്സ്കില്ലിംഗ് ഒരു പ്രോബ്ലമാണ്. We could, I think, become like a Duolingo for skilling, right? Which they are already doing it. Right. Duolingo is language learning, but we could become the skilling Duolingo, right, across the world. So that is the larger global vision. But yeah, 3 to 4 years India, and then once we reach a certain scale, that is 4 crore users and 30 lakh paying users, we would want to go out as well. Finally, one last question. താങ്കളൊരു ചെറിയ സ്റ്റാർട്ടപ്പ് എന്ന് തുടങ്ങിയിട്ടാണ് ഇത്രയും വലിയൊരു ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തത്. ഇന്ന് നിരവധി ചെറുപ്പക്കാരാണ് ഈ സ്റ്റാർട്ടപ്പിലേക്ക് ഇറങ്ങുന്നത്. ഇത്തരം ഓൺട്രപ്രണർഷിപ്പിലേക്ക് ചാടി ഇറങ്ങുന്നവരോട് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? ഒരു ലോങ് ലിസ്റ്റ് ഓഫ് കാര്യങ്ങളുണ്ടാവും. പക്ഷേ മേ ബി ഇഫ് ഐ ഹാവ് ടു സേ വൺ തിങ്, ഒരു മിസ്കൺസെപ്ഷൻ ഉണ്ട്, റൈറ്റ്? ബിക്കോസ് ഓഫ് ദി മീഡിയ ഓർ the news that we see out there, only success stories മാത്രമാണ് ഹൈലൈറ്റ് ആവുന്നത്. നമ്മൾ കാണുന്ന എല്ലാം വിജയിച്ച ആൾക്കാരാണ്. 95% of the startups or even more than that that start don't succeed, they shut down, right, within 1.5-2 years. അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, I think if they kind of understand this fact, they'll be I would never say never start, right? I think everyone should start. I even say that entrepreneurship is 100% risk free, because worst case scenario കുറേ കാര്യങ്ങൾ എന്തായാലും പഠിക്കും. കമ്പനി പൂട്ടിക്കഴിഞ്ഞാൽ പോലും യു ക്യാൻ ഈസിലി ഗെറ്റ് എ ജോബ്, റൈറ്റ്? സോ 100% റിസ്ക് ഫ്രീ ആണ്, എസ്പെഷ്യലി ഫോർ പീപ്പിൾ ജസ്റ്റ് ഔട്ട് ഓഫ് കോളേജ് എക്സെട്ര, റൈറ്റ്? ബട്ട് ഐ വുഡ് സേ ദാറ്റ് പീപ്പിൾ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് ഗോയിങ് ടു ബി ദ ടഫസ്റ്റ് തിങ് ദാറ്റ് യു എവർ ട്രൈഡ്. ഇതിനെക്കാട്ടി ടഫ് നിങ്ങൾ ഇതുവരെ ലൈഫിൽ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല, റൈറ്റ്? ആൻഡ് ഇഫ് ദേ റിയലൈസ് ദാറ്റ് ഫാക്ട്, ദേ വിൽ ബി ബെറ്റർ പ്രിപ്പയർഡ് ആൻഡ് വിൽ ടേക്ക് ബെറ്റർ ഡിസിഷൻസ് വെൻ ദേ ആക്ച്വലി സ്റ്റാർട്ട് എ കമ്പനി, റൈറ്റ്? സോ ആ ഒരു ഫാക്ട് മനസ്സിലാക്കണം, റൈറ്റ്? ഇറ്റ് വിൽ ബി ദ ഫെയിലിയേഴ്സ് ഉണ്ടാവും, എന്തായാലും ഉണ്ടാവും, റൈറ്റ്? സോ ഇറ്റ്സ് ഫെയിലിയേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇറ്റ് വിൽ ബി 95-98% ഫെയിലിയേഴ്സ്. ഈവൻ ഇഫ് യുവർ സ്റ്റാർട്ടപ്പ് സക്സീഡ്സ്, ലൈക്ക് കമ്പനിയുടെ അകത്ത് ചെറിയ ഫെയിലിയേഴ്സ് കുറേ ഉണ്ടാവും, റൈറ്റ്? അതെല്ലാം കണക്ട് ചെയ്തിട്ടാണ് ലൈക്ക് മേ ബി ലൈക്ക് വൺ മേജർ സക്സസ് ആവുന്നത്. അപ്പോൾ ആ ഫെയിലിയേഴ്സ് ഹാൻഡിൽ ചെയ്യുന്നത് ലൈക്ക് ഇറ്റ് വിൽ ബി ലൈക്ക് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് ദി ഗെയിം. എല്ലാ ദിവസവും ഉണ്ടാവും, എല്ലാ ദിവസവും ചെറിയ സെറ്റ് ബാക്സ് ഉണ്ടാവും. ഇന്നിപ്പോൾ ഞാൻ വരുന്നത് ഒരു 10 സെറ്റ് ബാക്ക് കഴിഞ്ഞിട്ടാണ്, റൈറ്റ്? ഇവിടെ ഇൻ്റർവ്യൂവിന് വരുന്നത്, റൈറ്റ്? ചെറിയതാണ്. അതൊക്കെ യു ഗെറ്റ് യൂസ് ടു ഇറ്റ് and then you kind of become a success, right? So don't go behind that to prove that I'm successful. Yeah, be really successful. Exactly. So that understanding, that realization, okay, this is going to be the toughest thing that I will ever do, adu മനസ്സിലാക്കിയിട്ട് കയറുമ്പോൾ തന്നെ I think you will have a better mindset, and it's all about the mindset, right?
നമ്മൾ ഇപ്പോൾ ഉള്ള മനസ്സിൽ ഉള്ള ഗോളും നമ്മളും തമ്മിലുള്ള വ്യത്യാസം നമ്മുടെ മൈൻഡാണ്, റൈറ്റ്? സോ ഇഫ് യു ഹാവ് ദറ്റ് മൈൻഡ് സെറ്റ് ആൻഡ് ഇഫ് യു നെവർ ഗിവ് അപ്പ് യു വിൽ റീച്ച് ദെയർ. ഹിസാമും രാഹുലും ചേർന്ന് ഒരു ചെറിയ സ്ഥാപനം തുടങ്ങുന്നു. ഇന്നുണ്ടായ ഈ വിജയത്തിന് ക്രെഡിറ്റ് ആർക്ക് കൊടുക്കും? നമ്മുടെ യൂസേഴ്സിൻ്റെ, റൈറ്റ്സ്. ബിക്കോസ് യൂസേഴ്സ് ഇത്ര അഡോപ്റ്റ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ഇവിടെ എത്തില്ലായിരുന്നു, റൈറ്റ്? വേറെ ആരാണ്? ഐ തിങ്ക് പ്രൈമറി യൂസേഴ്സ് ആൻഡ് ലൈക്ക് അവർ ടീം, റൈറ്റ്? സോ അഗൈൻ ടീം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വി ബിൽഡ് എ റിയലി ഗുഡ് പ്രോഡക്റ്റ് ആൻഡ് റിയൽ ബിസിനസ് മോഡൽ അറൗണ്ട് ഇറ്റ്, ആൻഡ് ദ ടീം ഹാസ് വർക്ക്ഡ് റിയലി ഹാർഡ് ആൻഡ് യൂസേഴ്സ് ലവ്ഡ് ഇറ്റ് ആൻഡ് വി ആർ ഹിയർ. നിങ്ങൾ കേട്ടു എൻട്രി ആപ്പ് എന്ന ഒരു വലിയ സംരംഭം പടുത്തുയർത്തിയ കഥ. ഹിസാം ഒരു ചെറിയ സ്വപ്നമല്ല കണ്ടത്, വലിയ സ്വപ്നമായിരുന്നു. രാഹുൽ അദ്ദേഹത്തിൻ്റെ കോഫൗണ്ടറുമായി ചേർന്ന് വളരെ വലിയ ഒരു സ്ഥാപനം തന്നെ പടുത്തുയർത്തുകയുണ്ടായി. അതിന് ഹാർഡ്ഷിപ്പ് ഉണ്ട്. നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്യാൻ അദ്ദേഹത്തിനായി. നല്ലൊരു പ്രോഡക്റ്റ്, അദ്ദേഹം പറഞ്ഞ വാക്ക് എത്ര പേര് ശ്രദ്ധിച്ചു എന്നറിയില്ല. ഒരു പ്രോബ്ലം ഉണ്ട് സമൂഹത്തിൽ, അതിൻ്റെ ഒരു സൊല്യൂഷൻ നമ്മൾ ടെക്നോളജി വഴി കവർ ചെയ്യാൻ പറ്റുമെങ്കിൽ, അത് സ്കെയിലപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതായിരിക്കണം ഏറ്റവും നല്ല ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. അത് അദ്ദേഹത്തിനായി എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ സഹായിക്കുന്ന ഒരു ടെക്കി കമ്പനിയാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ വളർച്ച വളരെ ഫാസ്റ്റായിരുന്നു. ഇന്ന് ചെറിയ സ്വപ്നങ്ങളല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച എഡ്യൂടെക് കമ്പനി ആവാനായിട്ട് തയ്യാറെടുക്കുകയാണ്. 800 കോടിയാണ് അവരുടെ വാല്യുവേഷൻ. ഇനി ഉയരങ്ങളിലേക്ക് എത്താനായിട്ടുള്ള പുറപ്പാടാണ്. നമ്മുടെ നാട്ടിൽ തുടങ്ങിയ ഒരു സംരംഭത്തിന് 1000 പേർക്ക് തൊഴിൽ കൊടുക്കാനായി എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറിയാണ്. എൻട്രി ആപ്പിൻ്റെ കഥ ഐ എം ഷുവർ ഇന്ന് പുതിയ തലമുറയ്ക്ക് ഒരു നല്ല പാഠമായിരിക്കാം താങ്കൾ എങ്ങനെയാണ് ഈ ഓർഗനൈസേഷൻ ബിൽഡ് ചെയ്തതെന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് വളരും, വലുതാവും, വലിയൊരു ഗൂഗിളും ആപ്പിളും ഒക്കെ പോലെ വലിയൊരു ബ്രാൻഡായി തീരട്ടെ. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.